മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ തീരുമാനം നാളെ. 23 എംപിമാർ ഒപ്പിട്ട കത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷായ്ക്ക് കൈമാറി. 2221 കോടിയുടെ സഹായമാണ് കേരളം ആവശ്യപ്പെട്ടത്. സ്ഥിതിഗതികൾ ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിച്ചെന്ന് പ്രിയങ്ക ഗാന്ധി MP പറഞ്ഞു. The devastation that has happened in that area is complete. It is a small area in which whatever was in the way of the river, when the river changed course, it has taken away. So it is not just a question of people losing one member of a family, or maybe some part of their home, or some part of their life. The people who are affected have lost absolutely everything. The Prime Minister visited, he met the victims. I personally spoke to them, and even after he met them, they expressed that now he has come, maybe we will get some relief from the center. ദുരന്ത നിവാരണത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, എത്രത്തോളം പ്രതീക്ഷ വയ്ക്കണം? കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം MP-മാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? അനുജ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണാൻ നേരത്തെ നിശ്ചയിച്ചതനുസരിച്ചാണ് MP-മാർ ഇന്ന് പാർലമെന്റിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത്. കേരളത്തിൽ നിന്നുള്ള LDF-ന്റെയും UDF-ന്റെയും രാജ്യസഭ ലോക്സഭ MP-മാർ ഒന്നിച്ചാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടത്. തുടർന്ന് ഒരു നിവേദനം സമർപ്പിച്ചു. 2221 കോടി രൂപയുടെ പാക്കേജ് വയനാട് ദുരന്തത്തിനായി ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് ഈ നിവേദനം. ദുരന്തത്തിന്റെ പൂർണ്ണ ചിത്രം ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ദുരന്തത്തിലുണ്ടായ ആഘാതം പൂർണ്ണമായും വിവരിച്ചുകൊണ്ടുള്ളതാണ് ഈ നിവേദനം എന്നുള്ളത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ആശയവിനിമയം പരാമർശിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയെയും മന്ത്രിതല സംഘവും വയനാട് സന്ദർശിച്ച് ദുരന്തം നേരിട്ട് വിലയിരുത്തിയതിനെ ഈ കത്തിൽ അഭിനന്ദിക്കുന്നുണ്ട്. എന്നാൽ കേന്ദ്രം ഒരു നയാ പൈസ പോലും ഇതുവരെ ദുരന്ത നിവാരണത്തിനായി നൽകിയിട്ടില്ല, സഹായത്തിനായി നൽകിയിട്ടില്ല എന്ന കാര്യവും ഈ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള MP-മാരാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യം സംബന്ധിച്ച് തന്റെ കൈവശം നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും തന്റെ കൈവശം ഇല്ല എന്നും ഈ കേരളത്തിന്റെ സഹായം എന്നുള്ളത് അത് പരിശോധിച്ചു വരികയാണ് എന്നുമാണ് മറുപടി പറഞ്ഞത്. നാളെ ഇക്കാര്യത്തിൽ മറുപടി നൽകാമെന്നും അദ്ദേഹം ഈ കൂടിക്കാഴ്ചയിൽ MP-മാരെ അറിയിച്ചിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം അതിതീവ്ര വിഭാഗത്തിൽപ്പെടുത്തണം എന്നുള്ളതിൽ തീരുമാനം കേന്ദ്രത്തിൽ നിന്ന് നാളെ.